ഓം ശാന്തി. അങ്ങ് വിദൂരെ ഒരു ഗ്രാമത്തിൽ ഹരിപ്രസാദ് എന്നു പേരുള്ള വളരെ നല്ലവനായൊരു അധ്യാപകനുണ്ടായി. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ വളരെയധികം ഡിസിപ്ലിൻ പാലിച്ചിരുന്നു. നല്ലൊരു മര്യാദ പുരുഷോത്തമനായിരുന്നു. ഏതൊരു കാര്യത്തിലും ന്യായമായ കാര്യങ്ങൾ അദ്ദേഹം സെലക്ട് ചെയ്തിരുന്നു. അതായത് ന്യായപ്രിയനായൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അദ്ദേഹം വളരെ സർവസമ്മതനുമായിരുന്നു. അദ്ദേഹം ഇടപെടുന്ന ഏതൊരു വിഷയവും ശരിയായ ദിശയിലേക്ക് തന്നെയാണ് ആ ഗ്രാമത്തെ നയിച്ചിരുന്നത്. കാരണം തൻ്റെ മുമ്പിലേക്ക് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഹരിപ്രസാദ് വളരെയധികം ചിന്തിച്ച് മനസ്സിലാക്കി ദീർഘവീക്ഷണത്തോടുകൂടി മാത്രമേ ഒരു തീരുമാനമെടുക്കുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഗ്രാമവാസികളെല്ലാം അദ്ദേഹത്തെ ബാബുജി എന്ന് അഭിസംബോധന ചെയ്തിരുന്നു. ഒരു ദിവസം ആ ഗ്രാമത്തിലെ രണ്ട് യുവാക്കൾക്കിടയിൽ കുറച്ച് ഭൂമിയെ സംബന്ധിച്ചൊരു പ്രശ്നമുണ്ടായി. രണ്ടുപേരും ആ കൃഷിസ്ഥലം തങ്ങളുടേതാണെന്ന് വാദിക്കുന്നു. രണ്ടുപേരും ഒരേ അവകാശമാണ് ഒരു കൃഷിഭൂമിയിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാൾ പറയുന്നത് പരമ്പരാഗതമായി പൂർവികരായിട്ട് ഞങ്ങളുടെ സ്വത്താണിത്, മറ്റേയാളുടെ പൂർവികർ അത് ഞങ്ങളിൽ നിന്നും മോഷ്ടിച്ചെടുത്തതാണ്. ഇങ്ങനെ ഒരു വാദവിവാദം ഈ രണ്ട് യുവാക്കൾക്കിടയിലും ഉണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും രണ്ടുപേരും അവരവരുടെ ഭാഗങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അവരെന്തൊക്കെ ചെയ്യും, എന്തെല്ലാം തെളിവുകൾ നികർത്തും, വഴക്കിടും. അങ്ങനെ അവസാനം ഈ പ്രശ്നം നമ്മുടെ ഹരിപ്രസാദ് ബാബുജിയുടെ അരികിലെത്തി. അദ്ദേഹം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് ഇങ്ങനെയാണ്. പെട്ടെന്ന് അദ്ദേഹം ഒരു തീരുമാനമെടുത്തില്ല. അദ്ദേഹം അത് ശരിയായ രീതിയിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം വളരെ ശാന്തനായി സാക്ഷിനിഷ്ഠാവായി രണ്ടുപേരുടെയും പ്രശ്നങ്ങളെ സശ്രദ്ധം കേട്ടു. അദ്ദേഹം അവരോട് പറഞ്ഞു, ഞാൻ ഇതിന് ശരിയായ ഒരു തീരുമാനം പറയാം, അതുവരെ നിങ്ങൾ വഴക്കൊന്നും ഉണ്ടാക്കി. കാരണം ഒരു തലമുറയുടെ കാര്യമല്ല, അനേക തലമുറകളിലായി കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന, കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷിസ്ഥലമാണ്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം അതിന് തീരുമാനമെടുക്കുക ഉചിതമല്ലല്ലോ. അതുകൊണ്ട് യഥാർത്ഥമായ തീരുമാനം കൈക്കൊള്ളുന്ന ദിവസം വരെ നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുകയോ വഴക്കിടുകയോ ചെയ്യാൻ പാടില്ല. രണ്ടുപേരെയും പറഞ്ഞു വിട്ടു. രണ്ടുപേർക്കും ന്യായം ഉണ്ടാകണം. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾക്ക് അന്യായം ഉണ്ടാകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം രണ്ടുപേരെയും പറഞ്ഞ ശേഷം ഈ സ്ഥലത്തെക്കുറിച്ച്, ആ തർക്കഭൂമിയെക്കുറിച്ച് അദ്ദേഹം വിശദമായി പഠിച്ചു. അതിൻ്റെ റെക്കോർഡുകളെല്ലാം പരിശോധിച്ചു. തൻ്റെ പൂർവികരോട് എല്ലാം അഭിപ്രായം ചോദിച്ചു. ഇപ്പൊ ആ നാട്ടിൻപുറത്ത് പഴയ ആളുകൾ കാണുമല്ലോ, അവരെല്ലാം വിളിച്ചിരുത്തി ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ അനുഭവത്തിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അത് ഹരിപ്രസാദ് ബാബുജി എല്ലാം കേട്ടു. ഇനിയാണല്ലോ തീരുമാനമെടുക്കേണ്ടത് രണ്ടുപേരും. കാരണം രണ്ട് കുടുംബക്കാർക്കും അല്ലെങ്കിൽ രണ്ട് കൂട്ടർക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ, എന്നാൽ രണ്ടുപേർക്കും നന്മയുണ്ടാകുന്ന രീതിയിൽ വേണമല്ലോ പ്രശ്നം കൈകാര്യം ചെയ്യാൻ. രണ്ടുപേരുടെയും ഭാവി സുരക്ഷിതമാകണം. അതിന് പരിഹാരം എന്നോണം ഹരിപ്രസാദ് ബാബുജി ആ കൃഷിഭൂമി അടുത്തുള്ള തന്നെ ഒരു ഗ്രാമത്തിലെ സ്കൂളിന്റെ പേരിൽ ഏൽപ്പിച്ചു. ആ സ്കൂളിനെ എഴുതി. എന്നിട്ട് ആ സ്ഥലത്തിന്റെ ട്രസ്റ്റിയായിട്ട് ആ കൃഷിഭൂമികൾ നോക്കി നടത്തുന്നതിന് വേണ്ടി ഈ രണ്ട് ചെറുപ്പക്കാരെ അവിടെ നിയമിച്ചു. അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് വേണം ചെയ്യാൻ. അപ്പൊ സ്ഥലം ആരുടേതാണ്? ഒരാളുടേത് മാത്രമല്ല, ആ സ്കൂളിന്റെ ട്രസ്റ്റിന്റെ ഭാഗമാക്കിയതിന് മാറ്റി. എന്നിട്ട് ആ രണ്ടുപേർക്കും അവകാശം വെച്ചുകൊണ്ട് ആ ട്രസ്റ്റി എന്നുള്ള ഒരു പരിഗണന കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അവിടുത്തെ പ്രശ്നം സമാപ്തമായി. രണ്ടുപേരും ആ കൃഷിഭൂമിയിൽ ഒരേ മനസ്സോടുകൂടി കൃഷിയെടുക്കാനും ആ കൂട്ടത്തിൽ ഗ്രാമീണരും എല്ലാവരും അവരെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ രണ്ടുപേർക്കും ആ ഭൂമി അവകാശപ്പെട്ടതായി. രണ്ടുപേരും ആ സ്ഥലത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ ആളുകൾ അത്ഭുതപ്പെട്ടത്, എന്താ ഇങ്ങനെ ഇത്ര വലിയ പ്രശ്നമാകേണ്ട കാര്യമായിരുന്നു? രണ്ട് വിലയ്ക്കും മുള്ളിനും കേടില്ലാതെ രണ്ടുപേർക്കും ഗുണകരമായ രീതിയിൽ എങ്ങനെയാണിത് സാധിച്ചത്? അപ്പോൾ തീർച്ചയായിട്ടും ഹരിപ്രസാദ് ബാബുജി
ത്രികാലദർശിയായിരുന്നു കൊണ്ട്. കാരണം ഒരു പ്രശ്നത്തിന് തീരുമാനമെടുക്കുമ്പോൾ അതിന്റെ ഫ്യൂച്ചർ ഇഫക്റ്റ് കൂടി നോക്കണം. ഭൂതകാലത്തെ പഠിക്കണം, വർത്തമാനകാലം തീരുമാനമെടുക്കണം, അതിന്റെ ഫ്യൂച്ചർ ഇഫക്റ്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുകയും വേണം. അങ്ങനെ ഭൂതം, വർത്തമാനം, ഭാവി 3 കാലങ്ങളെ കണ്ടിട്ടാണ് അദ്ദേഹം ആ ഉചിതമായ തീരുമാനമെടുത്തത്. അങ്ങനെ സാക്ഷി ദിഷ്ടാവായിരുന്നു കൊണ്ട് തീരുമാനമെടുക്കുന്നവർക്ക് ഒരിക്കലും പക്ഷാപാതം കാണിക്കാൻ കഴിയില്ല. സാക്ഷി ദൃഷ്ടാവ് എന്നാൽ പക്ഷാഭാവരഹിതം എന്നാണ് അർത്ഥം. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഇത് കേവലം അല്ലെ, ഒരു ഇത്രയും വലിയ വിഷയം എന്തായിരുന്നു ഇത്ര ഈസി ആയിട്ട് പരിഹരിച്ചു. അതുകൊണ്ട് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആ കർമ്മത്തെ പ്രിയപ്പെടുകയും എന്നാൽ കർമ്മത്തിൽ നിന്ന് വേർതിരിക്കുകയും വേണം. സാക്ഷിയായിരുന്നു കൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യണം. ഇതിലൂടെ നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത്? നമ്മൾ ഓരോ കർമ്മം ചെയ്യുമ്പോഴും ത്രികാലദർശിയും സാക്ഷിയുമായിരുന്നു കൊണ്ട് ചെയ്യൂ. അപ്പോൾ തീർച്ചയായിട്ടും വികർമ്മത്തിൽ നിന്നും നമുക്ക് സ്വയം രക്ഷപ്പെടാം. ഭാവിയെ ശ്രേഷ്ഠമാക്കി മാറ്റും തരത്തിലുള്ള കർമ്മമാണ് ചെയ്യേണ്ടതല്ലാതെ ഭാവിയിൽ ഒരിക്കലും അതൊരു ബന്ധനമായി വരുന്ന രീതിയിൽ ഒരു കർമ്മവും ചെയ്യാതിരിക്കുക. അതല്ലെങ്കിൽ നാളെ പശ്ചാത്തപിക്കേണ്ടി വരും. നമ്മൾ ഈ ഒരു സ്ഥിതിയിൽ നമ്മൾ കർമ്മം ചെയ്യും. ആ ശ്രേഷ്ഠകർമ്മം മാത്രമല്ല, അത് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ കർമ്മം ശ്രേഷ്ഠമാവുക മാത്രമല്ല, പിന്നെയോ മറ്റുള്ളവർക്ക് അതൊരു ഉദാഹരണം കൂടിയായിട്ട് മാറുകയാണ്. അതുകൊണ്ട് ഇന്ന് സ്വയം ഭഗവാൻ കുട്ടികളായ നമുക്ക് നൽകുന്ന വരദാനമാണ് ത്രികാലദർശി സാക്ഷി ദിഷ്ട. അല്ലെ, ത്രികാലദർശിയും സാക്ഷി ദിഷ്ടാവുമായിരുന്നു കൊണ്ട് ഓരോ കർമ്മവും ചെയ്ത് കർമ്മ ബന്ധന മുക്ത സ്ഥിതി അനുഭവം ചെയ്യുന്ന ദൃഷ്ടാന്ത സ്വരൂപാത്മാവാകും. ത്രികാലദർശിയായിരിക്കണം, സാക്ഷിയായിരിക്കണം, എന്നിട്ട് ഓരോ കർമ്മവും ഒരു ബന്ധനവും ഇല്ലാതെ ചെയ്യുകയും ബന്ധനമുക്ത സ്ഥിതി അനുഭവിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് മാറും. ഹരിപ്രസാദ് ബാബുജി പ്രശ്നത്തിൽ ഇടപെട്ടു, പക്ഷെ അദ്ദേഹത്തിന് അതിൻ്റെ യാതൊരു ബന്ധനവും ഉണ്ടായില്ല. തികച്ചും ഈസി മൈൻഡോടുകൂടി ആ പ്രോബ്ലം കൈകാര്യം ചെയ്തു. അതിൽ ഉൾപ്പെട്ടവരോ അവരും ഈസി മൈൻഡഡായി, ആർക്കും പ്രശ്നമില്ല, ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ കാര്യങ്ങൾ നടന്നു. അപ്പൊ ബാബ പറയുകയാണ്, ത്രികാലദർശി സ്ഥിതിയിലിരിക്കൂ, കർമ്മത്തിന്റെ ആദിമധ്യ അന്ത്യത്തെ മനസ്സിലാക്കി കർമ്മം ചെയ്യൂ. ഒരിക്കലും നമ്മുടെ കർമ്മങ്ങൾ വികർമ്മങ്ങളാകില്ല. പിന്നെയോ ഏത് കർമ്മം ചെയ്തോ അതെല്ലാം സുകർമ്മങ്ങളായി മാറുകയും ചെയ്യും. അങ്ങനെ തന്നെ സാക്ഷിദിഷ്ടാവായി കർമ്മം ചെയ്യുന്നതിലൂടെ ഒരിക്കലും നമുക്ക് കർമ്മബന്ധനത്തിൽ ബന്ധിക്കപ്പെടാനും കഴിയില്ല. അല്ലെ, കർമ്മബന്ധനത്തിൽ ബന്ധിക്കപ്പെടുന്ന ആത്മാവായിട്ട് ഒരിക്കലും നമ്മൾ മാറില്ല. അപ്പൊ ശ്രേഷ്ഠമായ കർമ്മത്തിന്റെ ഫലം എന്തായിരിക്കും? നമ്മൾ ചെയ്ത കർമ്മം ശ്രേഷ്ഠമാണ്, അതിന്റെ ഫലവും ശ്രേഷ്ഠമാണ്. അത് നമ്മളെ കർമ്മസംബന്ധത്തിലേക്ക് കൊണ്ടുവരും, ഒരിക്കലും കർമ്മബന്ധനത്തിലേക്ക് കൊണ്ടുവരികയുമില്ല. കർമ്മം ചെയ്യാതിരിക്കലല്ല കർമാതീതം. കർമ്മം ചെയ്തുകൊണ്ടും കർമ്മത്തിനതീതമായി കർമ്മബന്ധനമില്ലാതെ കർമ്മസംബന്ധത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഈശ്വരൻ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. അതുകൊണ്ട് കർമ്മം ചെയ്തുകൊണ്ടും വേറിട്ടും പ്രിയപ്പെട്ടും ഇരിക്കൂ. അപ്പോൾ അനേക ആത്മാക്കൾക്ക് മുമ്പിൽ നമുക്കൊരു ഉദാഹരണ മൂർത്തിയായിട്ട് മാറാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് എക്സാമ്പിൾ ആകാം. ഈ വരദാനം നമ്മളെ പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ എന്താണ്? നോയിങ് ദ ബിഗിനിങ്, ദ മിഡിൽ ആൻഡ് ദ എൻഡ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിന്റെ ആദിമധ്യാന്ത്യത്തെ മനസ്സിലാക്കി മുൻപോട്ട് പോവുക. ഉദാഹരണത്തിന്, ഇപ്പൊ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി എന്താ മനസ്സിലാക്കണം? ഇപ്പോൾ ഞാൻ പരിശ്രമിച്ചാൽ, ശരിക്കും കഷ്ടപ്പെട്ടാൽ, കുറച്ച് കാര്യങ്ങളെ ത്യാഗം ചെയ്താൽ ഭാവി എത്ര ഉജ്ജ്വലമായി തീരും. അപ്പൊ ഇന്നത്തെ എൻ്റെ ഉറക്കത്തെ ത്യാഗം ചെയ്ത് വിശ്രമത്തെ ഉപേക്ഷിച്ച് പരിശ്രമിക്കുകയാണെങ്കിൽ നാളെ എനിക്ക് നല്ല ഒരു പൊസിഷൻ നേടാം. ഇതാണ് ത്രികാലദർശിയായിട്ടുള്ളൊരു കർമ്മം. രണ്ടാമതായിട്ട്, ബി എ ഡിറ്റാച്ച്ഡ് ഒബ്സർവർ. ഏതൊരു സാഹചര്യത്തിലും വേറിട്ടിരിക്കുന്ന ഒരു നിരീക്ഷകനായിട്ട് മാറണം. ഭഗവാൻ പറഞ്ഞു, വെൻ യു ആക്ട് ആസ് എ സാക്ഷി ദിഷ്ട് ഓർ വിറ്റ്നസ് യു പെർഫോം വിത്തൗട്ട് അറ്റാച്ച്മെന്റ്. സാക്ഷിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് അറ്റാച്ച്മെന്റ് ഇല്ലാതെ ഏതൊരു കാര്യവും ചെയ്യാൻ സാധിക്കും. ദിസ് മീൻസ് ഡിറ്റാച്ച്മെന്റ് ആൻഡ് കീപ്സ് യു ഫ്രീ ഫ്രം ബോണ്ടേജ്. ആ ഒരവസ്ഥ മെയിൻറ്റെയിൻ ചെയ്താൽ അറ്റാച്ച്മെന്റിൽ നിന്നും വേറിട്ടിരിക്കാനും സാധിക്കും, കർമ്മബന്ധന മുക്തനാകാനും കഴിയും. ഫോർ എക്സാമ്പിൾ, ആരെങ്കിലൊക്കെ അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലുമൊക്കെ അപശബ്ദങ്ങൾ പറഞ്ഞു തരിക്കട്ടെ, നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ നമ്മൾക്ക് എന്ത് വരും? ആ സമയത്ത് പെട്ടെന്ന് ദേഷ്യം വരും, നമ്മൾ പ്രതികരിക്കും, എന്നോട് അങ്ങനെ പറഞ്ഞല്ലേ. എന്നാൽ ആ സമയത്താണ് സാക്ഷി ദിഷ്ട സ്റ്റേജ് അഭ്യസിക്കൂ. സാക്ഷിയെന്നുള്ളവർ പറഞ്ഞ കാര്യത്തെ കേട്ടു,
അപ്പോൾ എൻ്റെ അടുക്കിലേക്ക് വന്ന് എന്നെ ഈ രീതിയിൽ അപഹസിച്ച ആളുകൾ ഇപ്പോൾ അജ്ഞാനിയാണ്. അവർ അവരുടെ അറിവില്ലായ്മയ്ക്ക് വശപ്പെട്ടവരെന്തൊക്കെ പറഞ്ഞു. ഞാൻ എന്തിന് എൻ്റെ സ്ഥിതി നഷ്ടപ്പെടുത്തണം? അവർ അവരുടെ സ്ഥിതി ഗഡ്ബഡാക്കി. അതിലുകൊണ്ട് അവരുടെ സ്ഥിതി എന്തിനാണ് എൻ്റെ സ്ഥിതി വിളിക്കാൻ ശ്രമിക്കുന്നത്? എൻ്റെ സ്ഥിതി എന്താ? ഞാൻ ശാന്തമാണ്. അതുകൊണ്ട് ആ ഒരു സ്ഥിതി മെയിൻറ്റെയിൻ ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട പൊട്ടിത്തെറിയും അതുമായി ബന്ധപ്പെടുന്ന കർമ്മങ്ങളും അതിന്റെ ബന്ധനമെല്ലാം അതോടെ തീരില്ലേ. നേരെ മറിച്ച് ദേഷ്യപ്പെട്ടിരുന്നെങ്കിലോ? ആ വ്യക്തി ഒരു വാക്കേ പറഞ്ഞുള്ളൂ, പക്ഷെ പ്രതികരിച്ചത് നമ്മളല്ലേ. അപ്പൊ നമുക്ക് പറഞ്ഞതിനേക്കാൾ കൂടുതൽ പ്രതികരിച്ച നമുക്കായിരിക്കും കർമ്മത്തിന്റെ ബന്ധനം കൂടുതലായിട്ട് ഉണ്ടാവുക. അടുത്തൊരു വിഷയം എന്താണ്? സ്റ്റേ ഡിറ്റാച്ച്ഡ് അറ്റ് ലവിങ്. എപ്പോഴും നമ്മൾ വേറിട്ടും പ്രിയപ്പെട്ടും ഇരിക്കുക. റിമെയിൻ ഇന്റേണലി ഡിറ്റാച്ച്ഡ് വൈൽ ബീയിങ് സ്വീറ്റ് ആൻഡ് ലവിങ് ഇൻ ഇന്ററാക്ഷൻ. ഏതൊരു സംബന്ധത്തിലും നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ വേറിട്ടും എന്നാൽ അത്ര തന്നെ എല്ലാത്തിനോടും പ്രിയപ്പെട്ടും സ്നേഹിച്ചും മധുരമായിട്ടും ഇരിക്കുക. ദിസ് കീപ് യു ഫ്രീ ഫ്രം കാർമിക് ബോണ്ടിസം, ബ്രിങ് ഹാർമണി. ഈ ഒരു സ്ഥിതി നമ്മൾ എപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നോ അത് നമ്മുടെ കർമ്മക്കണക്കുകളെ ഇല്ലാതാക്കി അല്ലെങ്കിൽ കർമ്മബന്ധന മുക്തനാക്കി മാറ്റുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നല്ലൊരു സുസ്ഥിരത, മധുരത, സുവ്യവസ്ഥ ഇതെല്ലാം കൊണ്ടുവരാൻ കാരണമാകും. നമുക്കറിയാം, തന്നെ മാതാപിതാക്കള് മക്കളെ വളർത്തുന്നു. വാസ്തവത്തിൽ സേവാഭാവത്തിൽ ചെയ്യും. അതിന്റെ ഡ്യൂട്ടി എന്റെ കടമ. നേരെ മറിച്ച് കുട്ടികളെ പ്രതി അമിതമായ മോഹത്തിലാണെങ്കിലോ അല്ല വളർത്തുന്നതെങ്കിൽ വളർത്തിയാൽ എന്തു പറ്റും? അവസാനം ദുഃഖിക്കും. അത് പണ്ടിൽ പറയാറുണ്ട്, മാമ്പു കണ്ടും മക്കളെ കണ്ടും മോഹിക്കുക. അർത്ഥം എന്താണ്? അവരോട് ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണ്? ഡ്യൂട്ടി എന്ന് മനസ്സിലാക്കിയത് ചെയ്യൂ. മോഹത്തിന് വശപ്പെട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ, അറ്റാച്ച്മെന്റ് വന്നാൽ അത് നമുക്ക് പിന്നീട് ഭാവിയിൽ ദുഃഖത്തിന് കാരണമാകും. ഏത് വിഷയത്തിലും ആറ്റിറ്റ്യൂഡ് അതുപോലെ ആയിരിക്കണം. കാര്യങ്ങൾ മനസ്സിലാക്കി മുൻപോട്ട് പോവുക. അപ്പോൾ നമുക്ക് കർമ്മം ചെയ്യുകയും ചെയ്യാം. അതിന്റെ എക്സ്പെക്ടേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെ ബന്ധനം നമ്മളെ ബാധിക്കുകയും ഇല്ല. ബന്ധനമില്ലാത്തത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ദുഃഖവും ഉണ്ടാകില്ല. അടുത്തൊരു പോയിന്റ് എന്താണ്? ഗുഡ് കർമ്മ ബ്രിങ്സ് ഗുഡ് റിട്ടേൺസ്. നമ്മൾ എത്രത്തോളം നല്ല കാര്യങ്ങൾ ചെയ്യുന്നോ അത്രത്തോളം റിട്ടേൺ നല്ലതായിരിക്കും. പറയില്ലേ, റൈറ്റ് ആക്ഷൻ ഡൺ വിത്ത് അവയർനെസ് ബ്രിങ് ദ ബെസ്റ്റ് ഔട്ട്കം. തിരിച്ചറിവോടുകൂടി, സത്യമായ അറിവോടുകൂടി ഏതൊരു കാര്യവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നോ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? വളരെ നല്ലതായിരിക്കും. ഗുണം എന്താ? ഇറ്റ് ക്രിയേറ്റ്സ് റിലേഷൻഷിപ്പ്, നോട്ട് ബോണ്ടേജസ്. അങ്ങനെ ഒരു കർമ്മം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ ആ കർമ്മം ഒരിക്കലും നമുക്ക് കെട്ടുകളാകില്ല. കെട്ടുകളാണല്ലോ കർമ്മം പുരുഷൻ എന്ന് പറയുന്നത്. അതാകാതെ പകരം എല്ലാത്തിലും സംബന്ധം മെയിൻറ്റെയിൻ ചെയ്ത് മുൻപോട്ട് പോകാൻ സാധിക്കും. ഉദാഹരണത്തിന്, നമ്മൾ നമ്മുടെ ഓഫീസിൽ നമുക്ക് കിട്ടിയ ജോലി എന്താണോ അത് സത്യസന്ധമായി, ഡ്യൂട്ടിഫുള്ളായി, ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും നമ്മളെ റെസ്പെക്ട് ചെയ്യും. നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നുള്ളൂ, എക്സ്ട്രാ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ആ ചെയ്യുന്ന രീതിയിൽ, ആ മെത്തേഡ് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ഓഫീസിലെ ജോലി ഇതിനേക്കാൾ ഉപരി മറ്റൊരു തലത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ അനേകരുടെ ബ്ലെസ്സിങ്സ് നമുക്ക് അവിടെ ലഭിക്കും. എല്ലാവരും നമ്മളെ റെസ്പെക്ട് ചെയ്യും. ഒരിക്കലും നമുക്ക് ആ ജോലി ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. പിന്നെയോ ആ ഓരോ ജോലിയും എനിക്ക് കിട്ടുന്ന ബഹുമതികളും അംഗീകാരങ്ങളുമായിരിക്കും. മറ്റൊരു വിഷയം, ബിക്കം എ ലിവിങ് എക്സാമ്പിൾ. ജീവിച്ചിരിക്കുന്ന ഉദാഹരണങ്ങളാണ്. നമ്മൾ ചരിത്രത്തിൽ കാണുന്നതെല്ലാം മരിച്ചുപോയ ഉദാഹരണങ്ങളാണ്. ചരിത്ര പുരുഷന്മാരെല്ലാം നമ്മൾ കണ്ടിട്ടില്ല, കഥയിൽ വായിക്കുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആരാണ്? ലിവിങ് എക്സാമ്പിളാണ്. ജീവിച്ചിരിക്കുന്ന ചൈതന്യത്തിലുള്ള ഉദാഹരണമൂർത്തികളായിട്ട് മാറും. ബൈ കൺസിസ്റ്റന്റ്ലി ആക്ടിങ് വിത്ത് അവയർനെസ്. ഏതൊരു കാര്യവും നല്ലതുപോലെ ആ നിയമങ്ങൾ അനുസരിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പ്രേരണാ സ്രോതസ്സായിട്ട് മാറാൻ സാധിക്കും. യു ബിക്കം എ ലിവിങ് എക്സാമ്പിൾ ആൻഡ് ഇൻസ്പിറേഷൻ ഫോർ അതേഴ്സ്. അങ്ങനെ നമ്മൾ ഒരു കാര്യങ്ങളും നമ്മുടെ സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട്, സ്വസ്ഥിതിയെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഗുണം എന്താണ്? നമുക്കൊരു എക്സാമ്പിൾ ആകാൻ സാധിക്കും. അതേസമയം നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കൊരു ഉദാഹരണവുമായി തീരും. ഉദാഹരണം, ഒരു വ്യക്തി വളരെയധികം ശാന്തശീലനാണെന്നിരിക്കട്ടെ, നിഷ്പക്ഷനാണെന്നിരിക്കട്ടെ, അവരെ കാണുമ്പോൾ മറ്റുള്ളവർക്കും ഇവരെ പോലെ എനിക്കും ആകണം, ഇവർക്ക് നല്ലൊരു പേഴ്സണാലിറ്റി ആണല്ലോ, അവരെങ്ങനെ വിചാരിക്കും. അങ്ങനെ നമ്മളിലൂടെ മറ്റൊരാൾ മാറുകയാണെങ്കിൽ അതല്ലേ ഉദാഹരണമൂർത്തി എന്ന് പറയുക. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാല് കരം കർത്തേ, അല്ലെ, കർമ്മം ചെയ്തുകൊണ്ട് തന്നെ സാക്ഷിയും ത്രികാലദർശിയുമായിരിക്കൂ. ആത്മാവിന്റെ ബന്ധനങ്ങളെല്ലാം ഇല്ലാതാക്കണം. ഇത് തന്നെയാണ് സത്യമായിട്ടുള്ള സ്വാതന്ത്ര്യം. ഇതാണ് യഥാർത്ഥത്തിലുള്ള ആന്തരികമായ ശാന്തി, ഇന്നർ പീസ് ആൻഡ് ഫ്രീഡം എന്ന് പറഞ്ഞത്. എല്ലാത്തിൽ നിന്നും ഞാൻ, എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തമായി ഡബിൾ ലൈറ്റ് സ്ഥിതിയുടെ അനുഭവം ചെയ്യണം. ഓം ശാന്തി.